സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ബേസിക് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുക. സ്ലീപ്പ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുക. അത് വെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെയൊക്കെ പറയാമെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വെൻ ഡസ് ഹീ സ്ലീപ്പ്, അവൻ എപ്പോഴാണ് ഉറങ്ങുന്നത്. വെൻ ഡസ് ഹീ സ്ലീപ്പ്, അവൻ എപ്പോഴാണ് ഉറങ്ങുന്നത്. വെൻ പറഞ്ഞാൽ എന്താണ് അർത്ഥം? എപ്പോൾ. അവൻ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് എങ്ങനെ പറയാം? അവൻ രാത്രിയിൽ ഉറങ്ങുന്നു. ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങുന്നു. ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഉറങ്ങുമോ എന്നെങ്ങനെ ചോദിക്കുക? ഡസ് ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങുമോ. ഡസ് ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങുമോ. ഇപ്പോൾ ഡസ് മുന്നിൽ ചേർത്ത് എന്തുകൊണ്ടാണ്? ഹെൽപ്പിംഗ് വെർബ് മുന്നിൽ ചേർക്കുമ്പോഴാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പിംഗ് വെർബ് മുന്നിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബ് മുന്നിൽ ചേർത്തിട്ടാണ് അവൻ രാത്രിയിൽ ഉറങ്ങുമോ. ഡസ് ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങുമോ. ഉറങ്ങുന്നാണെങ്കിൽ എന്തെങ്കിലും പറയാം? യെസ് ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങും. യെസ് ഹീ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങും. നോ ആണെങ്കിൽ എന്താ പറയുക? നോ ഹീ ഡസ് നോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങാറില്ല. നോ ഹീ ഡസ് നോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവൻ രാത്രിയിൽ ഉറങ്ങില്ല. ഉറങ്ങുന്ന ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുന്നു. ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുന്നു. അവർ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ചോദിക്കുക? വെൻ ഡു ദേ സ്ലീപ്പ്, അവർ എപ്പോഴാണ് ഉറങ്ങുന്നത്. വെൻ ഡു ദേ സ്ലീപ്പ്, അവർ എപ്പോഴാണ് ഉറങ്ങുന്നത്. അവർ എപ്പോഴാണ് ഉറങ്ങുന്നത്? രാത്രിയിലല്ലേ ഉറങ്ങുന്നത്. രാത്രിയിലാണ് ഉറങ്ങുന്നത്. ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുന്നു. ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഉറങ്ങുമോ എന്നെങ്ങനെ ചോദിക്കുക? ഡു ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുമോ. ഡു ദേ സ്ലീപ്പ് അറ്റ് നൈറ്റ്, അവർ രാത്രിയിൽ ഉറങ്ങുമോ. പഠിക്കുമ്പോൾ ഉറങ്ങുമോ എന്നെങ്ങനെ ചോദിക്കുക? ഡു ദേ സ്ലീപ്പ് അറ്റ് സ്റ്റഡി, അവർ പഠിക്കുമ്പോൾ ഉറങ്ങുമോ. ഡു ദേ സ്ലീപ്പ് അറ്റ് സ്റ്റഡി, അവർ പഠിക്കുമ്പോൾ ഉറങ്ങുമോ. സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? ഡു ദേ ഈറ്റ് അറ്റ് ടോക്ക്, അവർ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമോ. ഡു ദേ ഈറ്റ് അറ്റ് ടോക്ക്, അവർ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമോ. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ ചോദിക്കാം? വേർ ഡു ദേ ഈറ്റ് അറ്റ്, അവർ എവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വേർ പറഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥമാണ്. വേർ ഡു ദേ ഈറ്റ് അറ്റ്, അവർ എവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വേർ ഡു ദേ ഈറ്റ് അറ്റ്, അവർ എവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ഈറ്റ് അറ്റ് ക്യാൻറ്റീൻ, അവർ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നു. ദേ ഈറ്റ് അറ്റ് ക്യാൻറ്റീൻ, അവർ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നു. വിവാഹ പാർട്ടിയിൽ പാടുന്നു എന്നെങ്ങനെ പറയാം? ദേ സിംഗ് അറ്റ് വെഡ്ഡിംഗ് പാർട്ടി, അവർ വിവാഹ പാർട്ടിയിൽ പാടുന്നു. ദേ സിംഗ് അറ്റ് വെഡ്ഡിംഗ് പാർട്ടി, അവർ വിവാഹ പാർട്ടിയിൽ പാടുന്നു. കുളിക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ബാത്ത് അറ്റ് പോണ്ട്, അവർ കുളത്തിൽ കുളിക്കുന്നു. പോണ്ട് പറഞ്ഞാൽ കുളം, ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക. ദേ ബാത്ത് അറ്റ്, അവർ കുളത്തിൽ കുളിക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ബാത്ത് അറ്റ് പോണ്ട്, അവർ കുളത്തിൽ കുളിക്കുന്നു. ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക, പോണ്ട് പറഞ്ഞാൽ കുളം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദേ ബാത്ത് അറ്റ് പോണ്ട്, അവർ കുളത്തിൽ കുളിക്കുന്നു. നീന്തുന്നു എന്നെങ്ങനെ പറയാം? ദേ സ്വിം അറ്റ് പോണ്ട്, അവർ കുളത്തിൽ നീന്തുന്നു. സ്വിം പറഞ്ഞാൽ നീന്തുക. ദേ കുളത്തിൽ നീന്തുന്നു എന്നെങ്ങനെ പറയാം? ദേ സ്വിം അറ്റ് പോണ്ട്,
അവർ കുളത്തിൽ നീന്തുന്നു. സ്വിം പറഞ്ഞാൽ നീന്തുക, പോണ്ട് പറഞ്ഞാൽ കുളം. ദേ സ്വിം അറ്റ് പോണ്ട്. അവർ കുളത്തിൽ നീന്തുന്നു. വലിച്ചിടുന്നു എന്നിങ്ങനെ പറയാം. ദേ ഡ്രാഗ് അറ്റ് പോണ്ട്. അവർ കുളത്തിലേക്ക് വലിച്ചിടുന്നു. ഡ്രാഗ് പറഞ്ഞാൽ വലിക്കുന്നതിനാണ് കേട്ടോ. ദേ ഡ്രാഗ് അറ്റ് പോണ്ട്. അവർ കുളത്തിലേക്ക് വലിച്ചിടുന്നു. എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയാം. ദേ വർ ഹൈഡിങ് അറ്റ് സംവെയർ. അവർ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ദേ വർ ഹൈഡിങ് അറ്റ് സംവെയർ. അവർ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. പറയാം. ദേ ആർ പ്ലേയിങ് സംവെയർ. അവർ എവിടെയോ കളിക്കുന്നു. ദേ ആർ പ്ലേയിങ് സംവെയർ. അവർ എവിടെയോ കളിക്കുന്നു. ഇത് നല്ല യൂസ്ഫുള്ളാവും, തുടക്കക്കാർക്ക് നല്ല യൂസ്ഫുള്ളാവുന്ന വീഡിയോ ആവും. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. ഓരോ വേർഡും വ്യക്തമായി പഠിക്കുക. അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.